ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിനകത്ത് ഒരു വീഡിയോ പോലും നമ്മൾ സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്യാതെ ഒരു യൂട്യൂബ് ചാനൽ മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുക എന്ന പറ്റിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് 3 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന്, നമുക്കൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യണം. രണ്ടാമത് പറഞ്ഞാൽ ആമസോണിൻ്റെ അഫിലിയേറ്റ് മാർക്കറ്റിനകത്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. മൂന്നാമത് പറഞ്ഞത് ഇതിന് വേണ്ട ഒരു കീവേഡ് റിസർച്ച് നടത്തണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. രണ്ടാമത്തേന്ന് പറയുന്നത് ഒരു ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി 2 ദിവസം മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, മൂന്നാമതെന്ന് പറയുന്നത് നമുക്ക് കീവേഡ് റിസർച്ച്, അതായത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കീവേഡുകൾ സെർച്ച് ചെയ്ത് വരാവുന്ന പോസിബിലിറ്റീസ് ഉള്ള കൂടുതൽ കീവേഡുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ കീവേഡ് റിസർച്ച് നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിനകത്ത് ഏറ്റവും കൂടുതൽ സെർച്ച് വരാൻ പോസിബിലിറ്റീസ് ഉള്ള കീവേഡുകളും ഓക്കെ അതിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ കുറവുള്ള ഒരു കീവേഡ് വേണം കണ്ടുപിടിക്കാനായിട്ട്. അതായത് ഒരു കീവേഡ് എടുക്കുന്ന സമയത്ത് ആ കീവേഡ് യൂട്യൂബിലത് ഏറ്റവും കൂടുതൽ സെർച്ച് വരുന്നതായിരിക്കണം. ഓക്കെ, അതിൻ്റെ സെർച്ച് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിന് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വളരെ കുറവുള്ളതുമായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്ത ഒരു കീവേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നമ്മളിങ്ങനെ ഒരു സംഭവം ഒരു കീവേഡ് ചൂസ് ചെയ്യാനുള്ള കാരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. ഓക്കെ, അതായത് യൂട്യൂബ് നമുക്ക് പറയുകയാണെങ്കിൽ വേൾഡിലെ ഒരു സെക്കൻഡ് സെർച്ച് എഞ്ചിൻ തന്നെയാണ് നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂട്യൂബിനകത്ത് കീവേഡുകളുടെ ബേസ് ചെയ്തിട്ടാണ് എല്ലാവരും വീഡിയോസ് കണ്ടുപിടിക്കുന്നത്, ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്തും കാര്യങ്ങൾ ചെയ്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു കീവേഡ് റിസർച്ച് നടത്തുമ്പോൾ ഒരു നല്ല കീവേഡ് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു യൂട്യൂബറായി നിങ്ങളുടെ ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ വീഡിയോ എന്ത് ചെയ്യും? ഓക്കെ, അപ്പോൾ വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഓക്കെ, വീഡിയോ ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ സ്വന്തമായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാതെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നതിനെ പറ്റിയാണ് നമ്മുടെ വീഡിയോൻ്റെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ഇനി നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. ഓക്കെ, യൂട്യൂബിൽ നിങ്ങൾ സ്വന്തമായിട്ട് വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ വോയിസ് ഓവർ വീഡിയോ അല്ലെങ്കിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത വീഡിയോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒരു വീഡിയോയും ഉണ്ടാക്കി ഈ ഒരു മെത്തേഡിൽ നമുക്ക് റവന്യൂ ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആമസോൺ അഫിലിയേറ്റ് മാർക്കറ്റിൻ്റെ അക്കൗണ്ടിനകത്ത് ലോഗിൻ ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റിൽ ടോപ്പിലുള്ള പ്രൊഡക്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഒരു ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനൊരു സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ആ പ്രൊഡക്റ്റ് ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഞാനിപ്പോൾ ഒരു കീവേഡ് അല്ലെങ്കിൽ ഒരു റെഡ്മി ഒരു ഫോണിനാന്ന് നോക്കി. അപ്പോൾ റെഡ്മി എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് അവിടെ ഓൾറെഡി ലിസ്റ്റായിട്ട് വരും. ആ പ്രൊഡക്റ്റ് ലിസ്റ്റായി വരുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റേറ്റിംഗ്, നല്ലൊരു റേറ്റിംഗ് ഉള്ള പ്രൊഡക്റ്റ് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. ഒരു 4+ എബോവ് ഒക്കെ റേറ്റിംഗ് ഉള്ള ഒരു പ്രൊഡക്റ്റ് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് നോക്കുക. നമുക്ക് ഒരു 4 ഉണ്ട് ഇതിൻ്റെ ആവറേജ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾ ലെഫ്റ്റ് സൈഡ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ കുറേ വീഡിയോസ്, ഒരു വീഡിയോ ഉണ്ട്, അതിന് കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളുണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ആണ്. ഓക്കെ, നമ്മളിപ്പോൾ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആ പർട്ടിക്കുലർ കമ്പനി തന്നെ, അത് റെഡ്മി തന്നെ റിലീസ് ചെയ്തിട്ടുള്ള ആമസോൺ വീഡിയോസിന് വേണ്ടിയിട്ട് റിലീസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ആക്ച്വലി ഈ വീഡിയോ യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ചാനലിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് കോപ്പിറൈറ്റ് ക്ലെയിം അല്ലെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാൻ പോസിബിലിറ്റീസ് ഇല്ലേ എന്നുള്ളത്. നമുക്ക് ആക്ച്വലി കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടില്ല. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പർട്ടിക്കുലർ വീഡിയോ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ആ ഒരു പർട്ടിക്കുലർ കമ്പനി ഉണ്ടാക്കിയതാണ്. നമ്മൾ ഈ പർട്ടിക്കുലർ നമ്മുടെ ചാനലിനകത്ത് ഈ പർട്ടിക്കുലർ വീഡിയോ ഇടുന്നത് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ സെയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട്, അത് റെഡ്മിയുടെ 9 എന്ന് പറയുന്ന ആ ഒരു ഫോണിൻ്റെ സെയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ വീഡിയോ നമ്മുടെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവരുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു വീഡിയോ നമുക്ക് അവരുടെ ചാനലിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ നിന്നോ നമുക്ക് തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. കാരണം അവരുടെ സെയിൽ പ്രൊമോട്ട് ആവുന്നതിൻ്റെ പേരിൽ അവർ നമുക്ക് കോപ്പറേറ്റ് ക്ലെയിമോ സ്ട്രൈക്ക് തരില്ല. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ലെഫ്റ്റിൽ ടോപ്പിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗെറ്റ് എ ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഗെറ്റ് എ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്ത് കിട്ടുന്നതാണ്. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ ഗെറ്റ് എ ലിങ്ക് ടെക്സ്റ്റ് പ്ലസ് ഇമേജ് എന്നുള്ള ഓപ്ഷൻ ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ട് ഉള്ള ആൾക്കാർക്ക് മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുള്ള. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആ ലിങ്ക് ആണ് നമ്മളെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ സെയിം ലിങ്ക് തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിനകത്തും ഇട്ട് കാണിച്ചു തരാം.
നമ്മൾ ഇന്നലെ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയുടെ അകത്ത് ആമസോൺ അഫിലിയേറ്റ് അക്കൗണ്ട് വീഡിയോയുടെ അകത്ത് നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും. അതിനകത്ത് നമ്മൾ സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് നേരെ നമ്മുടെ ആ ലിങ്ക് എടുക്കുന്നു. ആ ലിങ്ക് എടുത്തതിന് ശേഷം നേരെ നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ലോഗിൻ ചെയ്യാം. ആ ഫേസ്ബുക്ക് പേജിൽ നേരെ നമ്മളൊരു പുതിയൊരു പോസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ അത് എന്താ പറയുക വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഒരു പോസ്റ്റായിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ കൂടെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ സെയിം സംഭവം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത യൂട്യൂബ് ചാനലിനകത്ത് നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ വീഡിയോ എടുത്തിട്ട് ആ സെയിം വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് അപ്ലോഡ് ചെയ്തും നമുക്ക് വോയിസ് ഓവർ കൊടുത്ത് വേണമെങ്കിൽ വേറൊരു വീഡിയോ ഉണ്ടാക്കാം. ഈ സെയിം സാധനം ചെയ്യേണ്ടത് നമുക്ക് 2, 3, 4 വീഡിയോസ് ഒരുമിച്ച് ക്ലബ്ബ് ചെയ്തുണ്ടാക്കിയിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത ലിങ്ക് പോസ്റ്റ് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യുക. ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ലിങ്ക് പോസ്റ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനൊരു ഇത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കോപ്പി ചെയ്തെടുത്ത ആ ലിങ്ക് പർട്ടിക്കുലർ ലിങ്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെല്ല. നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ആ ലിങ്ക് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ വേറൊരു ഡിസ്ക്രിപ്ഷൻ കൂടി നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, ഈ വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഏതെങ്കിലും ഒരു വ്യൂവർ നമ്മുടെ ഈ പർട്ടിക്കുലർ വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ എടുക്കുന്ന ഈ ഒരു അഫിലിയേറ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആമസോണിലേക്ക് ലോഗിൻ ചെയ്യുകയും ആമസോണിനകത്ത് ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ റെക്കമെൻഡേഷനിൽ വരുന്ന പ്രൊഡക്ട്സോ ഏതെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻകം ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, ഈ സെയിം മെത്തേഡിൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് യാതൊരു വീഡിയോയോ അല്ലെങ്കിൽ വേറെ വീഡിയോയോ കാര്യങ്ങളൊന്നും നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടില്ല. നമുക്ക് ഈ ആമസോൺ അഫിലിയേറ്റ് അല്ലെങ്കിൽ ഈ ആമസോണിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എടുക്കുന്ന സെയിം വീഡിയോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അവർ തന്നിരിക്കുന്ന വീഡിയോ ഏതാണോ ആ വീഡിയോ യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ചാനലിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യും. നമുക്ക് ചാനലിനകത്ത് അതൊരു വീഡിയോ ആയിട്ട് ഇരിക്കും. നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യും, ചാനൽ ക്രിയേറ്റ് ചെയ്യും ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം വഴി നമുക്ക് ആമസോണിൽ നിന്നുള്ള വരുമാനവും കിട്ടും. സെയിം ടൈം നമുക്ക് നമ്മുടെ ചാനലിനകത്ത് എപ്പോഴും നമുക്ക് 4000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആകുന്നു. ആ പർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് ആ മോണിറ്റൈസേഷൻ വരെയുള്ള റവന്യൂ നമുക്ക് വേറെയും എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല മെത്തേഡിലും നമുക്ക് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ആമസോൺ അഫിലിയേറ്റ് വഴിയും മോണിറ്റൈസേഷൻ ചെയ്തും 2 രീതിയിലുള്ള റവന്യൂ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാമിനെ പറ്റി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ അതിൻ്റെ ആൻസർ പരമാവധി കമൻസിനെല്ലാം ഞാൻ ആൻസർ കൊടുക്കാറുണ്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള രണ്ട് കാര്യമുള്ളൂ. ഒന്ന്, ഒരു കീവേഡ് റിസർച്ച് നമ്മൾ നടത്തണം. അതിൽ പറ്റിയ കീവേഡ് സെലക്ട് ചെയ്ത് അത് റിലേറ്റഡുള്ള വീഡിയോ വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട്. രണ്ടാമത്തെന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് നല്ല റേറ്റിംഗ് ഉള്ള പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.